നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചൂട് കാലത്ത് ചിലവർക്ക് ചൂട് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത അവസ്ഥ, ഫാനിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ വേർക്കുന്നത്, പിന്നെ സ്കിന്നിലുണ്ടാകുന്ന ഇറിറ്റേഷൻ, റെഡ്നെസ്, അതേപോലെ ചെറിയ കാര്യത്തിന് പോലും ദേഷ്യം പിടിക്കുന്നതൊക്കെ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സോനാൽ സജിത്ത്. അപ്പോൾ ഞാനിപ്പം പറഞ്ഞ സിംറ്റംസിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബോഡി ഹീറ്റാണ്. അതായത് നമ്മുടെ ബോഡി ഇൻറ്റേർണലി നല്ല രീതിയിൽ തന്നെ ഹീറ്റ് ആവുന്നതാണ് സംഭവം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ബോഡി ഹീറ്റ്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നമുക്ക് നോക്കാം. ഇതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മോശമായ ഫുഡ് ഹാബിറ്റ്, ലൈഫ് സ്റ്റൈൽ, ഹൈഡ്രേഷൻ, പിന്നെ സ്ട്രെസ്സൊക്കെയാണ്. അതായത് നിങ്ങൾ അധിക സമയത്ത് സ്പൈസി ഫുഡ്, ജങ്ക് ഫുഡ്, ആൽക്കഹോള്, അതേപോലെ തന്നെ കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ബോഡി ഹീറ്റ്. ബേസിക്കലി ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. പക്ഷേ ഇത് ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹീറ്റ് ഇൻബാലൻസ് ആണ് ഈ ഒരു ബോഡി ഹീറ്റിന് കാരണമാവുന്നത്. അപ്പോൾ ഈ ഒരു ബോഡി ഹീറ്റ് വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സിംറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഒരു ബോഡി ഹീറ്റ് നമുക്കുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അതിൻ്റെ സിംറ്റംസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നത്. ഇതിൽ ഒന്നാമത്തതാണ് എക്സസീവ് തേഴ്സ്റ്റ്. അതായത് നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറാത്തൊരവസ്ഥ. അതായത് നമ്മൾ തണുത്ത വെള്ളം കുടിച്ചാലും നോർമൽ വെള്ളം കുടിച്ചാലും എത്ര വെള്ളം കുടിച്ചാൽ തന്നെ പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി വരുന്നതാണ് ഒന്നാമത്തെ ലക്ഷണം. അപ്പോൾ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എക്സസീവ് സ്വെറ്റാണ്. അതായത് നമ്മൾ അമിതമായി വേർക്കുന്നത്. അതായത് നമ്മൾ നോർമലായിട്ട് വേർക്കുന്നതിൻ്റെ കാട്ടി അധികം വേർക്കുന്നത്, അതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സ്കിന്നിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. അതായത് സ്കിൻ ഇറിറ്റേഷൻ, റാഷസ്, പിന്നെ സ്കിന്നിലുണ്ടാകുന്ന പിമ്പിൾസ്, അധികമായി വരുന്ന പിമ്പിൾസ് ഒക്കെ ഇതിനൊരു കാരണമായി വരാം. നാലാമതായിട്ട് വരുന്നത് വെച്ചാൽ ഹെയർ പ്രോബ്ലംസ് ആണ്. അതായത് നമ്മൾ ഹെയർ ഫോൾ വരാനും ഇതൊരു കാരണമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആങ്കർ ഇഷ്യൂ ആണ്. അതായത് വെറുതെ ദേഷ്യം പിടിക്കുക, പിന്നെ ചെറിയ കാര്യത്തിൽ പോലും നല്ല രീതിയിൽ തന്നെ ദേഷ്യം പിടിക്കുന്നതൊക്കെ ഇതിനൊരു സിംറ്റമാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ തണുത്തുള്ള യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ടെമ്പററി റിലീഫ് മാത്രമേ നമുക്ക് തരൂ, പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് നമ്മളെ ഹെഡിൽ കൊള്ളിക്കാതിരിക്കുക. അതായത് 11 മണി തൊട്ട് 4 മണി വരെയുള്ള ടൈമിൽ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഷാണ്. അപ്പോൾ അത് കൊള്ളിക്കാതിരിക്കുക. ആ ഒരു ടൈമിൽ നമ്മൾ ക്യാപ്പോ അല്ലെങ്കിൽ അംബ്രല്ലോ യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ വെയിൽ കൊള്ളുമ്പോൾ നമ്മളെ ബോഡി പെട്ടെന്ന് തന്നെ വീക്കാവും. അതുകൊണ്ട് തന്നെ നമ്മളെ ബോഡി ഹീറ്റ് പെട്ടെന്ന് തന്നെ കൂടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഗോൺ കത്തീര എന്നാണ്. ഇതൊരു നാച്ചുറൽ കൂളൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗമ്മാണ്. അതായത് നമ്മൾ മരത്തിൻ്റെ ബാർക്കിൽ നിന്ന് എടുക്കുന്നതാണ് ഈ ഒരു സംഭവം. ഈ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാവുക. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഹാർഡായിട്ടുള്ള സാധനം പോലെ തോന്നും. പക്ഷെ നമ്മളിത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെൽ ഫോം ആയിട്ട് മാറും. അതേപോലെ തന്നെ ഇത് ഒരാൾക്ക് ഒന്നെന്ന രീതിയിലാണ് ഇതിൻ്റെ കണക്ക്. ഇനി ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലെ ജെൽ ഫോം ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിൽ നിന്നൊരു സ്പൂൺ എടുത്ത് ലൈം ജ്യൂസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യൂസിലോ മിക്സ് ചെയ്ത് കുടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗോൺ കത്തീര എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു ഗോൺ കത്തീര നമ്മൾ ഫസ്റ്റ് ടൈമായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇത് അധികമായാലും ഇതിന് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ വരും. അതായത് അസിഡിറ്റി കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ഗോൺ കത്തീര യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് അധികാരം പറഞ്ഞതായിട്ട് കണ്ടില്ല. അതായത് നമ്മൾ വല്ല മെഡിസിനും കാര്യങ്ങളും കുടിക്കുന്നുണ്ടെങ്കിൽ അത് കുടിച്ചിട്ട് ഒരു 2 to 3 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഗോൺ കത്തീര യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗോൺ കത്തീര ഒരു സോലുബിൾ ഫൈബറാണ്. അപ്പോൾ ഈ ഒരു ഹൈ ഫൈബർ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മെഡിസിൻ അബ്സോർപ്ഷൻ സ്ലോ ഡൗൺ ചെയ്യും. അതുകൊണ്ടാണ് മെഡിസിൻ കുടിച്ചിട്ട് ഒരു 2 to 3 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത റെമഡി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നോർമൽ വാട്ടർ തന്നെ യൂസ് ചെയ്യുക, ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാണ്ടിരിക്കുക. അതേപോലെ തന്നെ മാക്സിമം സ്പൈസി ഫുഡ്, ജങ്ക് ഫുഡ്, ആൽക്കഹോൾ കൺസപ്ഷനൊക്കെ അവോയ്ഡ് ചെയ്യുക. ഒരു ക്ലീൻ ഡയറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് വേണം നിങ്ങളിത് യൂസ് ചെയ്യാനായിട്ട്. ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതായത് നമ്മളിപ്പോൾ ഒരു റെമഡി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ തന്നെ സ്റ്റഡി നടത്തിയിട്ട് വേണം നിങ്ങളത് യൂസ് ചെയ്യാനായിട്ട്. കാരണം ഓരോ ആൾക്കാരുടെ ഹെൽത്ത് കണ്ടീഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് അടുത്ത വീഡിയോ കാണാം.